ഇനി നമുക്ക് കോഴിക്കോട്ടേക്കാണ് പോകാനുള്ളത്. അവിടെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു കുടുംബവും നാടും ഒന്നാകെ ഇപ്പോഴും അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. അരുൺ ആലത്തൂരുണ്ട് അവിടുന്ന്. അരുൺ, 6 ദിവസമായി നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. എങ്ങനെ അവർ പ്രതിഷേധിക്കാതിരിക്കും? കാരണം അവർക്കേറെ പ്രിയപ്പെട്ടവനാണ് ഇപ്പോഴും കർണാടകയിലെ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ ഉള്ളത്. തീർച്ചയായും രജനി, കർണാടകയിലെ ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്ന വേളയിൽ ഈ കണ്ണാടിക്കൽ എന്ന അർജുനൻ്റെ ആ ഒരു ഗ്രാമവും അവിടുത്തെ കുടുംബാംഗങ്ങളുമൊക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കുടുംബാംഗങ്ങൾ ഈ തെരച്ചിൽ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സൈന്യം വന്ന് കൂടുതൽ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഏതായാലും ഉച്ചയോടുകൂടെ തന്നെ സൈന്യം എത്തി. പക്ഷേ സൈന്യം എത്തിയതിന് ശേഷം ശക്തമായ മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മഴ തുടരുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും സൈന്യമായതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിലും അവർ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുമെല്ലാം നടത്തി അർജുനെ കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്, കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, റഡാർ കേന്ദ്രീകരിച്ച് നടത്തിയ ആ ഒരു അന്വേഷണം, റഡാറിൽ കാണിച്ചിരുന്ന ഭാഗത്ത് കേന്ദ്രീകരിച്ച് നടത്തിയ ആ ഒരു അന്വേഷണം, ആ പരിശോധനയിൽ വാഹനം കണ്ടെത്താനും അർജുനെ കണ്ടെത്താനും കഴിയും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രതീക്ഷയായിരുന്നത്. പക്ഷേ അവിടത്തെയൊക്കെ മണ്ണിങ്ങനെ മാറ്റി കഴിഞ്ഞ് നോക്കിയപ്പോഴും അവിടെ വാഹനം ഇല്ല, അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ നിരാശയും ഒപ്പം തന്നെ ആശങ്കയും അവരിൽ ഉളവാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതേസമയം തന്നെ ഈ മറ്റെവിടെയെങ്കിലും അർജുൻ ഇത്തരത്തിൽ ജീവനോടുകൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത്. പുഴയുടെ ഭാഗത്ത് മണ്ണടിഞ്ഞിരിക്കുന്ന ആ ഭാഗത്തൊക്കെ ഇനി മണ്ണ് മാറ്റേണ്ട നടപടികൾ അത് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും മൊബൈൽ ഫോൺ അർജുൻ്റെ റിങ് ചെയ്തു. അതായത് ഈ അപകടം നടന്ന് അർജുൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിരുന്നു, താൻ വിളിച്ചപ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നില്ല, ആ സമയത്ത് റിങ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലോ മറ്റോ പെട്ടിരിക്കാനുള്ള സാധ്യത നന്നേ കുറവായിരിക്കും. മണ്ണിനടിയിൽ കരഭാഗത്ത് തന്നെ അർജുൻ ഉണ്ടാവും, ജീവനോടുകൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷവും അവർക്കുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന വേളയിലാണെങ്കിൽ പോലും അടുത്ത ദിവസം അർജുനെ കണ്ടെത്താൻ കഴിയും, അർജുൻ തിരിച്ചു വരും, മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയാണ് ഈ നാടിനും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉള്ളത്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കർണാടക സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്ക്, രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടത്താതെ വലിയ വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായി. അതിന് എതിരെ വലിയ ഒരു പ്രതിഷേധം ഉയരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ആളുകൾ പ്രതിഷേധിക്കുകയുണ്ടായി ഈ ഒരു നാട്ടിൽ. ഒപ്പം ഇന്ന് രാവിലെയും റോഡിലേക്ക് ഇറങ്ങിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തുകയുണ്ടായി. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ വേണം എന്നുള്ളൊരാവശ്യമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല സൈന്യം തന്നെ വേണമെന്നൊരാവശ്യവും അവർ പങ്കുവച്ചിരുന്നു, അവർ ഉന്നയിച്ചിരുന്നു. ഏതായാലും അവരുടെ ആവശ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ കത്ത് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇവരെ നേരിൽ വിളിക്കുകയും സൈന്യത്തിന് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു എന്നുൾപ്പെടെ അവരെ രാവിലെ അറിയിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജുൻ മൊബൈൽ റിങ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ പുഴയിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത നന്നേ കുറവായിരിക്കും. കരയിൽ തന്നെ അർജുൻ ഉണ്ടാവും, അർജുൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർക്ക് ഉള്ളത്. തീർച്ചയായിട്ടും ഒരു ഫോൺ കോളിനായിട്ട് കണ്ണാടിക്കലിലെ ആ വീട്, ഒപ്പം കോഴിക്കോട് നാടും കേരളവും ഒക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അർജുൻ ജീവനോടെ മടങ്ങി വരും എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം.